ഗാസയിൽ കുറച്ചു കാലമായി സീസ് ഫെയർ പ്രഖ്യാപിച്ചതിന് ശേഷം വലിയ രീതിയിലുള്ള ആശ്വാസമായിരുന്നു അവിടെ ഉണ്ടായിരുന്ന ജനങ്ങൾക്ക് ഉണ്ടായിരുന്നത്. എന്നാൽ പെട്ടെന്ന് വീണ്ടും അവിടെ കൊടുങ്കാറ്റ് വീശുന്നത് പോലെ ഇസ്രയേൽ വീണ്ടും കയറി ആക്രമണം നടത്തി. കുട്ടികളടക്കം ധാരാളം പേർ കൊല്ലപ്പെടുകയും ഉണ്ടായി. ഏകദേശം 400-ലധികം ആളുകൾ കൊല്ലപ്പെട്ടെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട്. സീസ് ഫെയർ പ്രഖ്യാപിച്ച ഗാസയിൽ പെട്ടെന്നുണ്ടായിട്ടുള്ള ഈ ഒരു ആക്രമണത്തെ കുറിച്ച് കൂടുതൽ വിശദമാക്കാം. ഐ എം സ്വാതി. വെൽക്കം ബാക്ക് ടു ടോക്ക് സ്പേസ്. ഒന്നര മാസമായി നീണ്ടുനിന്ന സീസ് ഫെയർ ആണ് പെട്ടെന്നൊരു നിമിഷം അശാന്തിയിലേക്ക് വഴി തെളിയിച്ചത്. പെട്ടെന്ന് ഇങ്ങനെ ഒരു ആക്രമണം അവിടെ ഉണ്ടാകാൻ ഇസ്രയേലിനെ പ്രകോപിച്ചത് എന്താണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. സീസ് ഫെയർ പ്രഖ്യാപിച്ചതിന് ശേഷം വലിയ രീതിയിൽ ആശ്വാസമായിരുന്നു അവിടെ ഉണ്ടായിരുന്ന ജനങ്ങൾക്കുണ്ടായിരുന്നത്. അവിടെ നിന്നും പോയവരെല്ലാം തിരിച്ച് ഗാസയിലേക്കും വീണ്ടും വളരെ സന്തോഷത്തോടെ വരുന്ന കാഴ്ചകളെല്ലാം ഏവരും കണ്ടതാണ്. ഈ ഒരു സമയത്ത് ഇസ്രയേലിനെ പേടിച്ച് പൊത്തിലൊളിച്ചിരുന്ന അല്ലെങ്കിൽ തുരങ്കത്തിലൊക്കെ ഒളിച്ചിരുന്ന ഹമാസ് സീസ് ഫെയർ പ്രഖ്യാപിച്ചതോടെ തലയുയർത്തി വീണ്ടും ഓരോരുത്തരായിട്ട് പുറത്തിറങ്ങി. വളരെ കോൺഫിഡൻസോടുകൂടി തന്നെ അവർ പുറത്തിറങ്ങി വന്നു. കാരണം ഇനി ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നും യാതൊരു ആക്രമണവും വരാൻ സാധ്യത കുറവാണെന്ന് അവർ വിശ്വസിച്ചു. ഇസ്രയേൽ ഇന്റലിജൻസിന്റെ സാന്നിധ്യം അവിടെ ഉണ്ടാകില്ല എന്നുള്ളൊരു ഉറച്ച വിശ്വാസത്തിലാണ് ഹമാസ് പുറത്തിറങ്ങിയത്. എന്നാൽ കണക്കുകൂട്ടലുകൾ എല്ലാം തെറ്റിച്ചുകൊണ്ട് വീണ്ടും അപ്രതീക്ഷിതമായാണ് ഈ ഒരു ആക്രമണം അവിടെ ഉണ്ടാകുന്നത്. ഇസ്രയേൽ കാത്തുവെച്ച ഒരു കെണി എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അതിലിരയായത് ധാരാളം പാവങ്ങളാണ്. ശരിക്കും പറഞ്ഞാൽ ഹമാസിന്റെ നീക്കങ്ങൾ നിരീക്ഷിക്കാൻ ഇസ്രയേൽ ഇന്റലിജൻസിന്റെ സാന്നിധ്യം അവിടെ കാര്യമായിട്ടുണ്ടായിരുന്നു. അവരെന്താണ് ചെയ്യുന്നത്? ഹമാസിന്റെ ഓരോ നീക്കങ്ങളുടെ വളരെ ഹൈ ലെവലിൽ നിരീക്ഷിക്കുകയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ഹമാസ് ഇത് യാതൊരു വിധേനയും അറിയുന്നില്ലായിരുന്നു എന്നതായിരുന്നു. അതിനിടയ്ക്ക് ഇസ്രയേൽ ഹോസ്റ്റേജേഴ്സിനെ ഒക്കെ വിട്ടുകൊടുക്കുന്നുണ്ട്. വളരെ സമാധാനപരമായാണ് കാര്യങ്ങളെല്ലാം പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ ഹമാസ് അറിഞ്ഞിരുന്നില്ല ഇസ്രയേലിന്റെ ക്യാമറ കണ്ണുകൾ ഹമാസിനെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളത്. കാരണം കുറെ കാലങ്ങളായിട്ട് ഇസ്രയേലിന്റെ കൈകളിലാണ് ഈ ഗാസ ഇരുന്നത്. ആ ഒരു സമയം കൊണ്ട് ഇസ്രയേൽ പലയിടങ്ങളിലായിട്ട് ക്യാമറകൾ ഘടിപ്പിച്ചിരുന്നു. ഹമാസിന്റെ ഓരോ ആക്ടിവിറ്റീസും അല്ലെങ്കിൽ അവർ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു അത് ചെയ്തിരുന്നത്. അവരുടെ ഊണിലും ഉറക്കത്തിലും ഇസ്രയേൽ ക്യാമറ കണ്ണുകൾ ഒപ്പം ഉണ്ടായിരുന്നു. ഇസ്രയേൽ പൂർണ്ണമായും അവിടെ നിന്നും ഒഴിഞ്ഞുപോയി എന്ന് വിശ്വസിച്ചതാണ് ഹമാസിന് പറ്റിയ ഏറ്റവും വലിയൊരു അബദ്ധം. അറ്റ്ലീസ്റ്റ് ഒരു ജാഗ്രത പുലർത്തേണ്ടതായിരുന്നു അവർ. ഹമാസിനെ വേരോടെ പിഴുതെറിയും എന്നുള്ളത് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ശപഥമായിരുന്നു. എന്തായാലും പകുതിക്കിട്ട് നെതന്യാഹു പോകില്ലെന്നല്ല അറിയാമല്ലോ. ഈ ഒരു തിരിച്ചറിവ് ഹമാസിന്റെ ഓർമ്മകളിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ ഒരു വലിയൊരു ആക്രമണം ഒഴിവാക്കാമായിരുന്നു. ഹമാസ് തന്നെയാണ് പലസ്തീൻ ജനങ്ങളെ ശരിക്കും പറഞ്ഞാൽ ഇസ്രയേലിന് മുന്നിലേക്ക് ഇട്ടുകൊടുക്കുന്നത്. എത്രയോ നിരപരാധികളാണ് ഇതിന് ഇരയാകുന്നത്. ഒന്നും അറിയാത്ത പിഞ്ചു കുഞ്ഞുങ്ങൾ എന്ത് ചെയ്തു ശരിക്കും പറഞ്ഞാൽ. ഇനിയും അവിടെ ഒരു ശ്മശാന അന്തരീക്ഷമായി കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ. ഇനി ഹമാസ് വീണ്ടും തലപൊക്കിയതല്ല ഇപ്പോൾ ഇസ്രയേലിനെ ചൊടിപ്പിക്കാനുണ്ടായിട്ടുള്ള പ്രധാന കാരണം. ഇസ്രയേൽ ഹോസ്റ്റേജസ് നിലവിലുണ്ടെന്ന് വിചാരിക്കുന്ന പല ആളുകളും ജീവിച്ചിരിപ്പില്ല. അതായത് ഏകദേശം 56ഓളം പേരാണ് ഇനി ബാക്കി ഹമാസിന്റെ കൈവശം ഉണ്ടായിരുന്നതെന്നാണ് ഇസ്രയേല് ധരിച്ചിരുന്നത്. എന്നാൽ ഇസ്രയേൽ ഇന്റലിജൻസിന്റെ കണ്ടുപിടുത്തത്തിന്റെ അടിസ്ഥാനത്തിൽ 40ഓളം ഇസ്രയേൽ ഹോസ്റ്റേജസ് കൊല്ലപ്പെട്ടു കഴിഞ്ഞു. എത്ര പേർ കൊല്ലപ്പെട്ടു അല്ലെങ്കിൽ ജീവിച്ചിരിപ്പുണ്ട് തുടങ്ങിയ യാതൊരു കണക്കും ഇസ്രയേലിന് നൽകാൻ ഹമാസ് തയ്യാറായിരുന്നില്ല. പലവട്ടം നെതന്യാഹു ഇത് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അതിന് ഹമാസ് തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇതാണ് നെതന്യാഹുവിന്റെ ചൊടിപ്പിക്കാനുണ്ടായിട്ടുള്ള പ്രധാന കാരണങ്ങളൊന്ന്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, ഹമാസ് 40 ഇസ്രയേൽ ഹോസ്റ്റേജസിനെ കൊന്നിട്ടുണ്ടെങ്കിൽ ഇസ്രയേൽ അവിടെ 200-ന് മുകളിൽ പലസ്തീൻ ഹോസ്റ്റേജസിനെയും കൊന്നു കളഞ്ഞിട്ടുണ്ട്. ഇതാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ നടന്നിട്ടുള്ള ഇസ്രയേൽ ആക്രമണത്തിൽ ധാരാളം ഹമാസ് നേതാക്കളും കൊല്ലപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇനിയും ഇസ്രയേലിന്റെ ഭാഗത്ത് നിന്നും ആക്രമണം പ്രതീക്ഷിക്കാം. കാരണം ഹമാസിനെ കംപ്ലീറ്റ്ലി ഇല്ലാതാക്കുന്നത് വരെ ഇസ്രയേൽ അടങ്ങില്ല. മാത്രമല്ല അമേരിക്കയുടെ ഒരു വലിയൊരു സപ്പോർട്ട്, അതായത് ട്രംപ് അധികാരത്തിൽ വന്നതോടുകൂടി 10 മടങ്ങ് സപ്പോർട്ട് വർദ്ധിച്ചിട്ടേ ഉള്ളൂ. ഇപ്പോൾ നടന്ന ഈ ഒരു ആക്രമണം ആഹ്വാനം ചെയ്തതും അമേരിക്ക തന്നെയാകും. ഇസ്രയേൽ ആക്രമിക്കുന്നുണ്ടെങ്കിലും ചരട് വലിക്കുന്നത് അമേരിക്ക കൂടി ചേർന്നിട്ടാണ്. ഹമാസിന്റെ ഒരാളെങ്കിലും അവശേഷിക്കാൻ ഇസ്രയേൽ അനുവദിക്കില്ല എന്നുള്ളതാണ്. അതിന് ഒരു അന്ത്യമുണ്ടാകുന്നത് വരെ ആക്രമണം അവിടെ തുടരുമെന്നാണ് സൂചനകൾ വ്യക്തമാക്കുന്നത്. ഇനിയും ആക്രമണങ്ങൾ തുടർന്നാൽ ഗാസ പൂർണ്ണമായും ഇല്ലാതാവുകയും ചെയ്യും.